അറബ് നര അമരസുര എന്ന് ഞാനൊക്കെ തെറ്റിച്ച് പാടിയിരുന്ന ഈ വരികൾ യഥാർത്ഥത്തിൽ ഹറബ് നരർ അമരർ സുരർ എന്നാണ് മോയിൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുള്ളത്. സ്കൂൾ കലോത്സവങ്ങളിലായിരിക്കും നമ്മളെല്ലാവരും ഈ വരികൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലേ. ചിലപ്പോൾ നിങ്ങളിത് പാടിയിട്ടും ഉണ്ടാവും. എന്നാൽ ഇന്ത്യയിൽ ഒരു കാലത്ത് ഈ പാട്ട് പാടുന്നതും കൈവശം വെക്കുന്നത് പോലും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്താണത്. ഹറബി എന്നാൽ യുദ്ധം, അമരർ മലക്കുകളാണ്. എണ്ണത്തിൽ വളരെ കുറഞ്ഞ മനുഷ്യരും മലക്കുകളും ജിന്നുകളും ഒരേ മനസ്സോടെ ബദർ യുദ്ധത്തിൽ ശത്രുക്കളോട് പൊരുതി. ഇങ്ങനെയാണ് ഈ വരികളുടെ അർത്ഥം. സംസ്കൃതം, അറബി, തമിഴ്, മലയാളം ഇവയെല്ലാം വളരെ ഭംഗിയായി ചേർത്ത് വെച്ചാണ് വൈദ്യർ ഈ വരികളെല്ലാം എഴുതിയിട്ടുള്ളത്. ഈ വരികളുടെ അർത്ഥം മാത്രമല്ല ബ്രിട്ടീഷുകാരെ അന്ന് പേടിപ്പിച്ചത്. അന്നത്തെ കാലത്ത് സീറ പാരായണങ്ങൾ, പാട്ടുപാടി അർത്ഥം പറയുന്ന സദസ്സുകൾ മലബാറിൽ പതിവായിരുന്നു. ഈ പാട്ടിൽ അബുജഹലിനെയും കൂട്ടരെയും കുറിച്ച് വിവരിക്കുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ അത് ബ്രിട്ടീഷുകാരുമായും അക്രമികളായ അന്നത്തെ നാടുവാഴികളുമായും താരതമ്യം ചെയ്തു. അങ്ങനെ ഈ വരികളിലെ പോരാട്ട വീര്യം സാമ്രാജ്യത്വ വിരുദ്ധ വികാരമായി കത്തിപ്പടർന്നു. അങ്ങനെ ചില പോരാളികളുടെ കീശയിൽ നിന്ന് പോലും ഈ വരികൾ എഴുതിയിട്ടുള്ള കടലാസ് കഷ്ണങ്ങൾ കണ്ടെടുക്കുകയും പിന്നീടാണ് ഈ പാട്ട് കൈവശം വെക്കുന്നത് പോലും നിരോധിക്കുന്നത്. ഇതിനു ശേഷം വരുന്ന വരികളിൽ ബദരീങ്ങളെ സൂര്യനുമായും സിംഹങ്ങളുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. നിത്യസൂര്യന്മാരായ സ്വഹാബികൾ താമസിക്കുന്ന ഗുഹയ്ക്ക് മുന്നിൽ കുറേശികൾ വന്നെത്തി. ഇരയെ കണ്ട സിംഹങ്ങളെ പോലെ പല്ല് ഞെരിച്ച് കണ്ണു ചുവപ്പിച്ചുകൊണ്ട് സ്വഹാബികൾ ശത്രുക്കളെ നേരിട്ടു. ബദറിലെ ഓരോ നിമിഷവും സന്ദർഭത്തിന്റെ തീവ്രതക്കനുസരിച്ചുകൊണ്ട് വരികളിലെ കട്ടികൂട്ടിക്കൊണ്ട് വൈദ്യർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വരികളുടെ അർത്ഥം കറുത്ത നിറമുള്ള കുതിരകൾ നിരനിരയായിട്ട് അണിനിരന്നു. ഈ വരിയുടെ അർത്ഥം ആകാശഭൂമികൾക്കിടയിൽ ഈ പോരാട്ടത്തിന്റെ തേജസ്സും തിളക്കവും പടർന്നു പന്തലിച്ചു. തിളക്കെന്നാണ് ഈ വാക്കിനെ പറയുന്നത് കേട്ടോ. അതിനുശേഷം ഭൂമിയിലേക്ക് ഇറങ്ങിയ മലക്കുകൾ മനുഷ്യന്മാർക്കിടയിൽ ചുറ്റി നടന്നുകൊണ്ട് അവർക്ക് ആവേശവും കരുത്തും പകർന്നു കൊടുത്തു. ആയുധബലമുള്ള ഖുറൈശി പടയെ സാധാരണക്കാരായ നോമ്പുകാരായ ഒരു ചെറിയ സംഘം നിലംപരിശാക്കിയ ചരിത്രമാണ് ബദർ. ബദർ ഇന്നും പ്രസക്തമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നമ്മുടെ ആത്മനിയന്ത്രണമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെയും അസൂയയെയും ഈഗോയെയും കീഴടക്കിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാനുള്ള കരുത്താണ് ബദർ നമുക്ക് നൽകുന്നത്.